ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ, സ്നേഹവിരുന്നിൽ ഞാൻ ചേർന്നിടുമേ. സ്വർഗീയ വിശുദ്ധരെ ഞാൻ കണ്ടിടുമേ, സ്നേഹവിരുന്നിൽ ഞാൻ ചേർന്നിടുമേ. സ്വർഗീയ ദൂതനെ സ്വീകരിച്ചിടുമേ, സ്വർഗീയ നന്മയിൽ ഞാൻ ആനന്ദിച്ചിടും. സ്വർഗീയ ദൂതനെ സ്വീകരിച്ചിടുമേ, സ്വർഗീയ നന്മയിൽ ഞാൻ ആനന്ദിച്ചിടും. എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ, കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ. എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ, കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ. എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ, രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ, രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ നമുക്ക് ഒരവസരം കൂടി കർത്താവ് തന്നിരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. പിതാവായ ദൈവം തൻ്റെ പുത്രനെ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് അയച്ചതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 2 പ്രമാണത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒന്ന് ജീവൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ സ്തോത്രം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. മറ്റൊന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. മനുഷ്യൻ്റെ മേൽ ഗ്രസിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ജീവൻ്റെ പ്രമാണവും മറ്റൊന്ന് മരണത്തിൻ്റെ പ്രമാണവും. ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തിൽ മരിച്ച് പാപത്തിൻ്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ ജീവൻ്റെ പ്രമാണത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ താഴെ വായിക്കുന്നുണ്ട്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പാപത്തിന് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ മനുഷ്യന് സാധ്യമാക്കി തരുവാനാണ് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം, പഴയ ഉടനീളം നാം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം മനുഷ്യന് കൽപ്പനകൾ കൊടുത്തിരുന്നു. ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവത്തിൻ്റെ സ്തോത്രം സാധിപ്പാനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ്, മനുഷ്യ സാദൃശ്യത്തിലായി. എന്നാൽ അവൻ പാപമായിരുന്നില്ല, അവൻ പാപമുള്ളവനായിരുന്നില്ല. മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. എന്നാൽ അവൻ മനുഷ്യനോട് സാദൃശ്യമുള്ളവനായി, മനുഷ്യനോട് കൂടെ ഒരു മനുഷ്യനായി ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു.
പുത്രനായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് അവനിൽ പാപമുണ്ടായിരുന്നില്ല. എന്നാൽ അവനെ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ സ്തോത്രം പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം പാപജഡം പാപം ചെയ്ത മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? പാപത്തിൽ അകപ്പെട്ടു പോയ ന്യായപ്രമാണം കൊണ്ട് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത മനുഷ്യനെ അവൻ്റെ ബലഹീനതകളിൽ നിന്നൊക്കെയും വിടുവിക്കുവാൻ, അവൻ്റെ പാപത്തിന് കാൽവരിയിൽ പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്നു. എന്നാൽ അവൻ പാപം ചെയ്ത മനുഷ്യനായിരുന്നില്ല, അവൻ പാപമുള്ളവനായിരുന്നില്ല. അവൻ മനുഷ്യനായി മനുഷ്യരോടുകൂടെ ജീവിക്കുമ്പോൾ തന്നെ അവൻ ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണം കൊണ്ട് മനുഷ്യന് സാധിക്കാതിരുന്ന ആ പൂർണ്ണമായ രക്ഷയും ആത്മാവിൻ്റെ വിടുതലും മനുഷ്യന് ലഭിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ താഴോട്ട് നാം വായിക്കുന്നുണ്ട്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവമക്കളെ, പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പാപമില്ലാത്ത അരുമകുമാരനായി യേശുക്രിസ്തുവിൻ്റെ മേല് പാപത്തിൻ്റെ ശിക്ഷയെല്ലാം വിധിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തു വന്നത് പാപിയായതുകൊണ്ടല്ല, എന്നാൽ പാപിയായ മനുഷ്യന് വേണ്ടി പാപമില്ലാത്ത സ്വർഗീയ കുഞ്ഞാട് ഈ ഭൂമിയിൽ ഊനമില്ലാത്ത യാഗമായി കാൽവറിയിൽ അറുക്കപ്പെടുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പുസ്തകം പറയുകയാണ്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞു പോയതിനെ സാധിപ്പാനാണ് തൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചിരുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തുവാനാണ്. പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവനെ, ഈ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ മലാഖി പ്രവാചകൻ്റെ പുസ്തകം വരെയും ശാപം മനുഷ്യനെ പിന്തുടർന്നുവെന്നും പാപം മനുഷ്യനെ പിന്തുടർന്നുവെന്നും ശാപം മൂലം മനുഷ്യൻ നിത്യനാശത്തിലേക്ക് പോകുന്നുവെന്നും അവിടെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമപിതാവായ ആദാമും ഹവ്വായും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം കൽപ്പന ലംഘിച്ചത് മുതൽ ശാപം മനുഷ്യനെ പിന്തുടരുകയാണ്. മാനവരാശി ശാപത്തിൻ്റെ കീഴിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അടിമത്തത്തിലായി പോയി എന്ന് പഴയ ഉടനീളം നമ്മെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചു വെക്കാം നമുക്ക്. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അവൻ്റെ ചട്ടങ്ങളിലും അവൻ്റെ കൽപ്പനകളിലും നാം ജീവിക്കണം. അവയെ ആചരിക്കുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത അതാണ്. ഏതു മനുഷ്യൻ അതിനെ ആചരിക്കുന്നുവോ അവൻ അതിനാൽ ജീവിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെ 18-ന്റെ 2 കൂടി വായിക്കാം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. ദൈവം അവരോട് പറയണേ, എന്ത്? നിങ്ങൾ ഇതുവരെ പാർത്തിരുന്ന ദേശത്തിലെ ആ മിസ്രയീമ്യരുടെ നടപ്പ് പോലെ ഇനി നിങ്ങൾ നടക്കരുത്. മാത്രമല്ല, ഞാൻ നിങ്ങളെ പുതിയൊരു ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്, കനാൻ ദേശത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ നടപ്പ് പോലെയും നിങ്ങൾ നടക്കരുത്. വായിക്കാം. അവരുടെ മര്യാദ ആചരിക്കരുത്. അവരുടെ ലോക മനുഷ്യന്റെ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യന്റെ അവന്റെ മര്യാദകളൊന്നും ആചരിക്കരുത്. അവരുടെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അവരുടെ പ്രമാണങ്ങളിൽ നിങ്ങളുടെ നടക്കരുത്. കാരണം എന്താ? നിത്യനായ ദൈവം ആശ വെച്ച് സ്വർഗത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളും കൽപ്പനകളും പ്രിയപ്പെട്ട അത്ഭുതങ്ങളുടെ വഴിയിലൂടെ നടത്തിക്കൊണ്ടുവരുന്ന തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്, ആ വിട്ടുപോകുന്ന ദേശത്തിലെ ജനങ്ങളുടെ മര്യാദയും ഇനി നിങ്ങൾ ചെല്ലാൻ പോകുന്ന ദേശത്തിലെ ജനങ്ങളുടെ മര്യാദയും അവരുടെ ചട്ടങ്ങളിലോ വഴികളിലോ ഒന്നും നിങ്ങൾ നടക്കരുത്. അതിനെ ഒന്നും നിങ്ങൾ പിന്തുടരരുത്
പോകരുതേ എന്ന്, ഞാൻ ദൈവമാകുന്നു, എൻ്റെ വഴികളിൽ നിങ്ങൾ നടക്കണം. ഇവിടെ ഇക്കാലത്തും ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലെ വേദനയൊക്കെയും ദൈവം കാണുന്നാൽ ദൈവം മനുഷ്യനെക്കുറിച്ച് എന്നും ആഗ്രഹിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴികളിൽ ജീവിക്കണമെന്നാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്നാൽ ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ എക്കാലത്തും മനുഷ്യൻ്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷ പ്രാപിക്കണം, ചിലതെല്ലാം പ്രവർത്തിച്ച് ആത്മാവിൽ മുക്തി നേടാമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ന്യായപ്രമാണ യുഗം. നമുക്കറിയാം, ദൈവം മോശയിലൂടെ ദൈവം ന്യായപ്രമാണം ഭൂമിയിലേക്ക് കൊടുത്തു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഈ ന്യായപ്രമാണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്താണ് ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത? നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. പ്രിയപ്പെട്ടവരെ, ഈ ഉദാഹരണത്തിന് നാം പറഞ്ഞാൽ ദൈവം മോശയ്ക്ക് കൊടുത്തയച്ച ആ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തിൽ 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒന്ന് മനുഷ്യൻ തെറ്റിപ്പോയാൽ അവൻ ആ 10ലും കുറ്റക്കാരനാകുമെന്ന് യാക്കോബ് ശ്ലീഹ പറയുകയാണ്. വായിക്കാം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. പ്രിയപ്പെട്ട യാക്കോബ് ശ്ലീഹ പറയാണ്, ന്യായപ്രമാണം മുഴുവനും ആചരിച്ച് ജീവിച്ചാലും ഒന്നിലവൻ തെറ്റിപ്പോയാൽ ആ ന്യായപ്രമാണം മുഴുവനും സംബന്ധിച്ച് അവൻ കുറ്റക്കാരനായി തീരുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളിൽ നിന്ന് അനേകർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണെന്ത്? ആത്മീയ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത് ദൈവകൃപ അനുഭവിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് പുതിയ ജീവിതവും പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന അനുഭവവും ലഭിച്ചവരെ, പാപമെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ. എന്നാൽ ദൈവമക്കളെ, കാലങ്ങൾ കഴിയുമ്പോൾ, കാലങ്ങൾ കുറേയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൂട്ടായ്മ ജീവിതം മുമ്പോട്ട് വരുമ്പോൾ അനേകർ പുറകോട്ട് പോകുന്നു, അനേകർ പിന്മാറിപ്പോകുന്നു, അനേകർ ആത്മീയ രംഗം തന്നെയും വിട്ടുപോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ പാപമെല്ലാം അവർ ശരിയായ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ എല്ലാം ക്ഷമിച്ച് കിട്ടിയതായിരുന്നു, എല്ലാം കഴുകി കിട്ടിയതായിരുന്നു. എന്നാൽ ദൈവമക്കളെ, മനുഷ്യൻ അറിയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ പിന്നെയും പാപത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ചെറുപ്പകാലം മുതലുള്ള അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള സകല പാപങ്ങളുടെ ബന്ധനങ്ങളും പിന്നെയും ആ മനുഷ്യൻ്റെ മേൽ നിൽക്കുകയാണ്. കാരണം അവൻ മുമ്പിലത്തെ ശുദ്ധീകരണം മറന്നുപോയവനാണ്. ദൈവമക്കളെ, അനേകർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഒരിക്കൽ പാപമേറ്റു പറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവകൃപയിൽ വന്ന മനുഷ്യൻ അവൻ പിന്നെയും പാപത്തിലേക്ക് പോകുമ്പോൾ ആ പഴയകാല ബന്ധനങ്ങളും ശാപങ്ങളും എല്ലാം പിന്നെയും അവനെ പിന്തുടരുകയാണെന്ന് യാക്കോബ് ശ്ലീഹ പറയാണ്. ന്യായപ്രമാണം എല്ലാം ആചരിച്ചു വന്ന മനുഷ്യൻ ഒന്നിൽ തെറ്റിപ്പോയാൽ ന്യായപ്രമാണം സംബന്ധിച്ച് എല്ലാത്തിലും അവൻ തെറ്റുകാരനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത, ദൈവമക്കളെ, ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യൻ ഒരിക്കലും പുറകോട്ട് പോകരുത്, ഒരിക്കലും പിന്മാറിപ്പോകരുത്. എന്നും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രിയപ്പെട്ടവരെ ദൈവത്തോടുകൂടെ ജീവിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വിട്ടുപോകുന്ന ദേശത്തിലെ നടപ്പ് പോലെയോ, നിങ്ങൾ ചെല്ലാനിരിക്കുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയോ നിങ്ങൾ നടക്കരുത്, അവരുടെ മര്യാദകളൊന്നും നിങ്ങൾ ആചരിക്കരുത് എന്ന് ദൈവം അവർക്ക് വചനം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ആവർത്തന പുസ്തകം 27:26 നമുക്ക് വായിച്ചേക്കാം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ഇവിടെ പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ അനേക ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇന്ന പാപം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. ഇവിടെ നാം വായിച്ചു കേൾക്കുകയാണ്, ന്യായപ്രമാണത്തിലെ വചനങ്ങളെല്ലാം പ്രമാണിച്ച് ജീവിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ന്യായപ്രമാണം ആചരിച്ച് പ്രിയപ്പെട്ടവരെ അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറാതെ അതിൽ തന്നെ മനുഷ്യൻ ജീവിക്കണമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ന്യായപ്രമാണത്തെ ആചരിച്ച് പ്രമാണമാക്കി ജീവിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം ശാപത്തിൻ കീഴാണോ ഇന്ന് ജീവിക്കുന്നത്? നാം എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? ദൈവമക്കളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടിയെന്നുള്ള, കഴുകി കിട്ടിയെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ട്. ദൈവമക്കളെ, ദൈവം മനുഷ്യന് പഴയ
കാലഘട്ടത്തിൽ കഠിനമായ ന്യായപ്രമാണമാണ് കൊടുത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ആചരിക്കുവാനോ അത് പ്രകാരം രക്ഷ പ്രാപിക്കുവാനോ മനുഷ്യന് പലപ്പോഴും കഴിയാതെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ മനുഷ്യന് നിലനിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന പുതിയ വിശ്വാസികളായ നമുക്ക് ദൈവം രക്ഷയുടെ മാർഗം എത്രയോ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? പാപിക്ക് വേണ്ടി മരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, പാപത്തിൻ്റെ പരിഹാരമായി കുരിശിൽ മരിച്ച ആ യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യൻ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് തൻ്റെ ഹൃദയത്തിലേക്ക് അവനെ ക്ഷണിച്ച് അവനോടുകൂടി ഒരു ജീവിതം തുടങ്ങിയാൽ, ദൈവമക്കളെ നാം മനസ്സിലാക്കണമെന്ത്? ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത്, ന്യായപ്രമാണപ്രകാരം മനുഷ്യന് സാധിക്കാതിരുന്ന അവൻ്റെ സകല ബലഹീനതകളും മാറ്റിയിട്ട് പ്രിയപ്പെട്ട മനുഷ്യൻ്റെ ബലഹീനതയിലേക്ക് ഇറങ്ങി വന്ന് അവനെ തികവുള്ളവനാക്കി മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മനുഷ്യൻ ബലഹീനനാണ്, അവൻ കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ വീണുപോകുന്ന പ്രകൃതമുള്ളവനാണ്, എല്ലാം ദൈവത്തിനറിയാം. പ്രിയപ്പെട്ട അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊന്നും ഒരിക്കലും ദൈവസന്നിധിയിൽ വിലപ്പോകില്ല. കാരണം മനുഷ്യൻ്റെ ബലഹീനതയ്ക്കൊക്കെയും തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ തീയാകുന്ന പരിശുദ്ധാത്മാവെന്ന് പുതിയ വിശ്വാസികളോട് കൂടെ നടക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് അനേകർക്ക് മറഞ്ഞിരിക്കുകയാണത്. ഇന്നും മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഏതെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ആത്മാവിൻ്റെ രക്ഷ കിട്ടുമെന്ന് പഠിപ്പിക്കുകയും പഠിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. സഹോദര, നാളുകളായി വചനം കേൾക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിസ്സാരനായ ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, നിങ്ങളൊന്നും പ്രവർത്തിച്ച് രക്ഷ പ്രാപിക്കാനിരിക്കുന്നവരാണോ? എന്തെങ്കിലുമൊക്കെ കൊടുത്ത് രക്ഷ നേടാനിരിക്കുന്നവരാണോ? അതോ കാൽവരിയിൽ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ മനുഷ്യവർഗത്തിന് സൗജന്യമായി പിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ രക്ഷയാണോ നാം അനുഭവിക്കുന്നത്? അതിനെയാണോ നാം തേടുന്നത്? അതിനെയാണോ നാം പിൻപറ്റുന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്തെങ്കിലുമൊക്കെ കൊടുത്തല്ല രക്ഷ പ്രാപിക്കുന്നത്, തന്നെ ദൈവത്തിന് കൊടുക്കണം. ദൈവമക്കളെ, തന്നെത്താൻ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം. ആ മനുഷ്യനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് മനുഷ്യൻ പാപത്തിൽ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല പ്രിയപ്പെട്ടത്. കാരണം പാപത്തിന് ശിക്ഷ കാൽവരിയിൽ കർത്താവായി യേശു ഏറ്റുവാങ്ങിയതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് സഭകളെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? ശരിയായ രക്ഷയുടെ മാർഗം പഠിപ്പിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് കാലങ്ങൾ കൈമാറി വന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാരനുഭവിച്ച, അവരെഴുതി വെച്ച, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിരുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ വഴികളും ആത്മാവിൻ്റെ ആലോചനകളുമെല്ലാം ഇന്ന് കൈമോശം വന്നു പോയിരിക്കുകയല്ലേ? ഇന്ന് ക്രിസ്തു സഭകളിലുണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ന് മനുഷ്യന് സത്യത്തിൻ്റെ വഴികളിലേക്ക് നടത്താൻ കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആർക്കുണ്ട് വേദന? ആരുടെ ഹൃദയത്തിലുണ്ട് ദുഃഖം? അയ്യോ, ഈ ജനം ഇടം കൈയും വലം കൈയും അറിയാതെ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന്. എന്തുകൊണ്ട് വേദനയില്ല പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് പ്രയാസമില്ല? കാരണം പ്രിയപ്പെട്ടവരെ, കുരുടനെ വഴികാട്ടുന്ന അന്ധത നിറഞ്ഞൊരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെ നടുവിലാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, പാപിയെ വീണ്ടെടുക്കുന്ന വചനം, മരിച്ച ആത്മാവിന് ജീവൻ കൊടുക്കുന്ന വചനം, പാപത്തിൻ്റെ മേൽ മനുഷ്യന് ജയം നൽകുന്ന വചനം നാളുകളായി കൃപയാൽ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം കേട്ട വചനം, നമുക്ക് ദൈവം തന്ന വചനം, നാളുകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, പ്രിയപ്പെട്ടവരെ, അത് ജീവനുള്ളതാണ്. അത് അനേകരെ ജീവിപ്പിച്ചതാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാം ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ആത്മീയരുടെ ഇടയിൽ നോക്കിയാലും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. സഹോദര, ഒഴുക്കിനൊത്ത് നീന്തുന്നതല്ല ക്രിസ്തീയ ജീവിതം. അത് വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പഴഞ്ചൊല്ലുണ്ട്, നാടോടുമ്പോൾ നടുവി ഓടണമെന്ന്. സഹോദര, അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ഇന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. ആർക്കെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ.
എല്ലാവരും പ്രിയപ്പെട്ടവരെ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും അതിൻ്റെ പ്രമോദങ്ങളിലും പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രൗഢിയിലുമെല്ലാം മനുഷ്യൻ അറിയാതെ ഇഴുകിച്ചേർന്നുകൊണ്ടിരിക്കുക. സഹോദര, അതിലെല്ലാം പെട്ട് നീ ഒരു സാധാരണ മനുഷ്യനെ പോലെ നശിച്ചു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവനെ, നിന്നെക്കുറിച്ച് അവനൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ വിളിച്ചപ്പോൾ അവനൊരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിലെ നീ തളർന്നു പോകരുത്, നീ പുറകോട്ട് കാലുവെക്കരുത്, നീ ലോകത്തിൻ്റെ വഴികളിലേക്ക് നോക്കരുത്. ദൈവം നിന്നെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ അവഹേളനകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ വന്നുവെന്ന് വരും. സഹോദര, അതിൻ്റെ എല്ലാം നടുവിൽ പതറിപ്പോകാതെ ധൈര്യത്തോടെ ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കി നമുക്ക് ക്രിസ്തുവിൻ്റെ പാതയിൽ പോകാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, 100 പേരിൽ 99 പേരും തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാനൊരാൾ തെറ്റിപ്പോകണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവമക്കളിൽ നിന്ന് അനേകർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അവൻ അങ്ങനെയല്ലേ, ഇവൻ എങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയല്ലേ. എൻ്റെ സഹോദര, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നാം കടന്നു പോകുന്നൊരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. അന്ന് നാം എവിടെ എത്തും? നമ്മുടെ നിത്യത എവിടെയാണ്? ദൈവമക്കളെ, ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവരെല്ലാം ലോകത്തിലേക്ക് ഒഴുകിപ്പോയിരിക്കുകയാണ്. ആർക്കും വ്യത്യാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ടോ എല്ലാവരെക്കാളും ഉയർന്നു നിന്നുകൊണ്ടല്ല പറയുന്നത് പ്രിയപ്പെട്ടവരെ. ലോകത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളാണെന്നെല്ലാം. പ്രിയപ്പെട്ടവർ, എവിടെയുണ്ട് ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നിന്ന് ലോകത്തിൻ്റെ ഇതിലൊന്നും പെട്ടുപോകാതെ പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും മുമ്പിൽ ഒറ്റപ്പെട്ട് നിന്ദിതനായി തീർന്ന, അപമാനമേറ്റ, കുരിശേറ്റ ആ ക്രിസ്തുവിനെ പിൻപറ്റാൻ സമർപ്പണമുള്ളവരുണ്ടോ? ദൈവമക്കളെ, ഇന്ന് കർത്താവ് കൂട്ടായ്മകളിലേക്ക് നോക്കുകയാണ്, സഭകളിലേക്ക് നോക്കുകയാണ്. എനിക്ക് വേണ്ടി നിന്ന ചുമപ്പാൻ ആരുണ്ട് എന്ന്, എനിക്ക് വേണ്ടി കുരിശ് ചുമക്കാൻ ആരുണ്ട് എന്ന്, എനിക്ക് വാഹനം വേറാൻ ആരുണ്ട് എന്ന്. ദൈവമക്കളെ, ഇന്നും കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് നോക്കുകയാണ്. എനിക്ക് വേണ്ടി ചുമലി ചാക്കാൻ, എനിക്കൊന്ന് വാഹനമേറാൻ, എനിക്കൊന്ന് ചവിട്ടി നിൽക്കാൻ, അനേകരോട് ജീവന്റെ വചനം പറയാൻ എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുണ്ടോ എന്ന്, വേർതിരിക്കപ്പെട്ടവരുണ്ടോ എന്ന്, ലോകത്താലുള്ള കളങ്കം പറ്റാതെ നിൽക്കുന്നവരുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവനെ, ഇന്ന് പാപത്തിൽ അധപ്പതിച്ച് അന്ധകാരത്തിലേക്ക് പോകരുത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വഴി അത് ലോകത്തിൻ്റെ പിന്നാലെ പോകുന്ന വഴിയല്ല. അതുകൊണ്ടാണ് നാം പഴയ നിയമത്തിൽ വായിച്ചു കേട്ടത്, നിങ്ങൾ 430 കൊല്ലം പാർത്ത ആ മിസ്രയീമ്യരുടെ വഴികളിൽ നിങ്ങൾ നടക്കരുത്. ഇനി നിങ്ങൾ പോകാൻ ചെല്ലുന്ന കനാൻ ദേശത്തുള്ള ആ വിഗ്രഹാരാധികളുടെ പ്രമാണങ്ങളും നിങ്ങൾ പ്രമാണിച്ച് നടക്കരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ വഴി അതൊരു വേറിട്ട വഴിയാണെന്ന് ഞാൻ പറയും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് മനുഷ്യൻ ആഘോഷങ്ങളുടെ ഒരു പെരുമഴയിൽ ജീവിക്കുന്ന കാലമാണ്. ലോകമിന്ന് മദ്യത്തിനും അശുദ്ധിക്കും ആഘോഷങ്ങൾക്കും ഉല്ലാസങ്ങൾക്കും വേണ്ടി തങ്ങളുടെ പണവും ആയുസ്സും ആരോഗ്യമെല്ലാം ചെലവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. ദൈവമക്കളെ, നമുക്കതിൽ നിന്ന് എന്ത് വ്യത്യാസമുണ്ട്, എന്തു മാറ്റമുണ്ട്? ഇവിടെ ലോകത്തിലെ സന്തോഷങ്ങളോ ഉല്ലാസങ്ങളോ ഒക്കെ പാപമാണോ? ഒരിക്കലുമല്ല. എന്നാൽ ദൈവത്തിലെ നീ ഓർത്തുകൊള്ളണം, നിൻ്റെ ദൈവം അതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടോ? ഏത് കാര്യം നാം ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളണം, എൻ്റെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ നോക്കി പ്രസാദിക്കുന്നുണ്ടോ? ഞാനീ പോകുന്ന വഴി, എൻ്റെ ഈ പ്രവൃത്തി എൻ്റെ ദൈവം പ്രസാദിക്കുന്നതാണോ എന്ന് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിഞ്ഞു നിന്ന് സ്വർഗത്തിലെ അപ്പനോട് ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ അനുസരിക്കാൻ, ഇല്ലെങ്കിലൊന്നും പറഞ്ഞു തരികയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനൊത്തവണ്ണം മനുഷ്യനെ വിടുന്നവനാണ് ദൈവം. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഹൃദയത്തിലെ അതിയായ ദാഹം എന്താണോ അതിൻ്റെ പിന്നാലെ പോകും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ദൈവദാസൻ എനിക്ക് പറഞ്ഞു തന്നാണ്, ജോർജ്, 2 ശക്തികളുണ്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിലും ഓരോ ശക്തി നിൽക്കുകയാണെന്ന്. ഒന്ന് പിശാചാണ്, ഒന്ന് കർത്താവാണ്. അന്ന് എനിക്ക് പറഞ്ഞു തന്നു, ഏതിനോടാണ് മനുഷ്യന് ആഗ്രഹം കൂടുതലുള്ളത് അതിൻ്റെ പിന്നാലെ പോവുകയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിസ്സഹായനായി പോകും കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ തിരിഞ്ഞു നോക്കണം. ഞാൻ ഇന്ന് ആരുടെ പിന്നാലെയാണ് പോകുന്നത്? ആരുടെ ആലോചനയ്ക്കാണ് ഞാൻ നടക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഒഴുക്കിനൊത്ത് പോകാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ദൈവമക്കളെ, ഞാൻ വേദനയോടെ പറയട്ടെ, ഇന്ന് ആത്മവീര്യം കെട്ടുപോയ ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്.
ചിന്തിക്കരുത്. നമുക്ക് കൂട്ടായ്മയുണ്ട്, ശുശ്രൂഷകളുണ്ട്, പ്രിയപ്പെട്ടവരെ കൂടിയവരവുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് ആത്മാവിൻ്റെ വീര്യം കെട്ടുപോയി എന്ന്, ആത്മാവിൻ്റെ ലഹരി ചോർന്നു പോയി എന്ന്, ആത്മാവിൻ്റെ സ്തുതി നഷ്ടപ്പെട്ടു പോയി എന്ന്, പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടു മാറിയിരിക്കുന്നു എന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഈ ലോകവും എൻ്റെ കർത്താവ് ഒരുമിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുമെന്ന് ചിന്തിക്കരുത്. ഇന്ന് അനേകരും പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു ചിന്താ വിഷയം പോലുമല്ല, ഒരു ആലോചന പോലുമില്ല. ഇതൊന്നും എല്ലാം ഒരു ചടങ്ങ് പോലെ, എല്ലാം ഒരു ചടങ്ങ് പോലെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കാൻ ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം. നാം ഇങ്ങനെ ഒഴുക്കിനൊത്തൊഴുകി നിത്യനരകത്തിലൊരു ദിവസം ചെന്ന് പറ്റരുത്. പ്രിയപ്പെട്ടവരെ, നാം ഒഴുക്കിനെതിരെ നീന്തണം, പാപത്തിനെതിരെ പോരാടണം, ലോകമോഹങ്ങൾക്കെതിരെ പോരാടണം, ജഡത്തിൻ്റെ ഇമ്പങ്ങൾക്കെതിരെ പോരാടണം. എൻ്റെ സഹോദര, ഒരു മനുഷ്യന് ന്യായമായ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതൊന്നും നിനക്ക് വിലക്കിയിട്ടില്ല സഹോദര. ആ അതിർവരമ്പുകളുടെ ഉള്ളിൽ നിന്നുകൊള്ളണം, ഇല്ലെങ്കിൽ നരകത്തിലേക്ക് നാം അറിയാതെ പോകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ന്യായപ്രമാണം ആചരിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നതുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. റോമർ 10:4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തിനൊരു അവസാനം വരുത്തിയിരിക്കുകയാണ് വേദപുസ്തകത്തില്. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, അതുവരെ വിശ്വസിച്ചതും ആചരിച്ചതും പിന്തുടർന്നു പോകുന്നതുമായ ആ ന്യായപ്രമാണമല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിലുള്ള വിശ്വാസം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം, അതുമൂലമാണ് രക്ഷ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയവും പുതിയവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. പഴയത്തിൽ ന്യായപ്രമാണം ആചരിച്ച് മനുഷ്യൻ രക്ഷ പ്രാപിക്കണം. എന്നാൽ പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം കുരിശിൽ പരിഹാരം വരുത്തി മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒരാൾ കാൽവറിയിൽ മരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ന്യായപ്രമാണമാകുന്ന ആ 10 കൽപ്പനകൾ 2 കൽപ്പനകളിൽ എഴുതി ദൈവം മോശയുടെ കൊടുത്ത് പാളയത്തിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, പാളയത്തിലെ ജനം അഹരോന്റെ നേതൃത്വത്തിൽ കെട്ടഴിഞ്ഞവരായി വിഗ്രഹാരാധികളായി പോയി എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യമുണ്ട്. ദൈവം വളരെ കോപിച്ചു, ദൈവം കർശനമായി നിന്നു. ഇവരെ ഞാൻ മുടിച്ചു കളയും, ഇവരുടെ കൂടെ ഞാൻ ഇനി പോരുകയില്ല, അരാൻ ദേശത്തേക്ക് ഇവരെ കൊണ്ടുപോകുകയില്ല എന്നുള്ള ദൈവം കർശനമായി ഇടപെട്ടപ്പോൾ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള സൗമ്യനായ ആ മോശ ആ 600,000 വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞു എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ മോശ എന്ന പ്രവാചകൻ ഇസ്രായേൽ മക്കളുടെ അപരാധങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. മോശ പറഞ്ഞു, ദൈവമേ, ഇവരോട് നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ, ഞങ്ങളുടെ കൂടെ നീ പോരുന്നില്ല എങ്കിൽ, നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളയണമേ എന്ന് അത്രമാത്രം മോശ ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, പഴയ ഇസ്രായേലാകുന്ന ആ ജനത്തിന് വേണ്ടി, അവരുടെ അപരാധങ്ങൾക്ക് വേണ്ടി അന്നത്തെ പ്രവാചകനായിരുന്ന മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് കരുണ ചെയ്തു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, പുതിയ വിശ്വാസികളാകുന്ന നമുക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഏക മധ്യസ്ഥനായ എന്നേക്കുമുള്ള മഹാപുരോഹിതനായ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ അരികിൽ ഇടിവിൽ നിന്ന് കരയുന്നവനായ യേശുക്രിസ്തു എന്ന ആ മധ്യസ്ഥൻ നമുക്കുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കേവലം ഒരു മനുഷ്യനായിരുന്ന മോശയുടെ പ്രാർത്ഥന കേട്ട് അവൻ്റെ ആ മധ്യസ്ഥത അംഗീകരിച്ച് സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിൻ്റെ ആ പാപം ക്ഷമിച്ചുവെങ്കിൽ, ദൈവത്തിലെ യേശുക്രിസ്തുവാകുന്ന മധ്യസ്ഥനും മഹാപുരോഹിതനുമായവൻ ഇന്ന് പിതാവിൻ്റെ അരികിൽ ഊനമില്ലാത്ത തൻ്റെ രക്തം കാണിച്ചുകൊണ്ട് അവനെ അഭിയാചന ചെയ്യുകയാണ്. പിതാവേ, ഇവരോട് പൊറുക്കണമേ എന്ന്, പിതാവേ, ഇവർക്ക് വേണ്ടി
വേണ്ടിയല്ലേ ഞാൻ രക്തം ചിന്തിയതെന്ന്. പിതാവേ, ഇവർക്ക് വേണ്ടിയല്ലേ ഞാൻ കുരിശിൽ മരിച്ചതെന്ന്. പിതാവേ, ഇവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ നിന്നെല്ലാം ഏറ്റതെന്ന്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പാപമെല്ലാം അവൻ കുരിശിൽ വഹിച്ചിട്ടുണ്ട്. അവൻ്റെ രക്തം കൊണ്ട് കഴുകിയിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്. യൗവനക്കാരി, നിനക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. യൗവനക്കാരാ, ജയമില്ലാത്ത നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് കുരിശിൽ യാഗമായത്. മകനെ, നീ വിശ്വസിച്ചാൽ മതി, നീ അന്ന് ക്രിസ്തുവിനോടുകൂടെ ആ കുരിശിൽ മരിച്ചതാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. കാൽവരി ക്രൂശിൽ എന്താണ് നടന്നതെന്ന് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൊലോസ്യർ 2:14-15. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു, പാപങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും, മനുഷ്യ എനിക്കും നിനക്കും വിരോധമായിരുന്ന, പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച്, പ്രിയപ്പെട്ടവരെ, പിശാച് നമുക്ക് വിരോധവും പ്രതികൂലമായി എഴുതി വെച്ചിരുന്ന ആ കൈയെഴുത്തൊക്കെ യേശു കുരിശിൽ മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിന്ന് നമുക്ക് പ്രതിയോഗിയായ പിശാച് എഴുതി വെച്ചിരുന്ന ആ പ്രതികൂലമായിരുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം യേശു കുരിശിൽ തൻ്റെ മേൽ ചുമന്ന് അതെല്ലാം നീക്കിക്കളഞ്ഞു എന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് കർത്താവിനോടൊരു വാക്ക് പറയണ്ടേ? എൻ്റെ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ത്യാഗമരണമേറ്റതിനായി, ഈ പ്രാതിനിധ്യ മരണമേറ്റതിനായി, നിൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയതിനായി കർത്താവെ, ഇന്ന് എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്ന് ദൈവമക്കളെ നിങ്ങളൊന്ന് സമർപ്പിച്ച്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളൊന്ന് ആഗ്രഹത്തോടെ വിളിച്ച്, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് എഴുന്നള്ളി വരണമേ എന്ന്, നീ കുരിശിൽ നേടിത്തന്ന ആ സൗജന്യമായ രക്ഷയും നീതീകരണവും അനുഭവിപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് ദൈവത്തിന് നാമം മഹത്വപ്പെടുവാനായിട്ട്.